മറ്റൊരു വാർത്തയിലേക്ക് കടന്നാൽ കേരള സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശത്തിൽ മധ്യപ്രദേശ് മന്ത്രി വിജയ് ഷായുടെ രാജി ബിജെപി ആവശ്യപ്പെടില്ല. കോടതി തീരുമാനം അനുസരിക്കുമെന്ന നിലപാടാണ് മുഖ്യമന്ത്രി മോഹൻ യാദവ് അടക്കമുള്ള നേതാക്കൾക്ക്. അതേസമയം വിംഗ് കമാൻഡർ വ്യോമിക സിംഗിനെതിരായ ജാതീയ പരാമർശത്തിൽ സമാജ്വാദി പാർട്ടി നേതാവ് രാം ഗോപാൽ യാദവിനെതിരെ വിമർശനം ശക്തമാവുകയാണ്. തുടരുന്നുണ്ട് നമുക്കൊപ്പം രാകേഷ്. രണ്ട് വിഷയങ്ങളുണ്ട്. ആദ്യത്തേതിലേക്ക് കടന്നാൽ സോഫിയ ഖുറേഷിക്കെതിരായ വിദ്വേഷ പരാമർശം, അതിൽ ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ രൂക്ഷമായ വിമർശനം വിജയ് ഷായ്ക്കെതിരെ നടത്തിയതാണ്. എന്നിട്ട് പോലും പാർട്ടിക്ക് ഇത്രയും ക്ഷീണമുണ്ടാക്കിയ ഒരു വ്യക്തിക്കെതിരെ നടപടി എന്തുകൊണ്ട് എടുക്കുന്നില്ല ബിജെപി? ആര്യ, ഇപ്പോൾ ഏതായാലും മന്ത്രിക്കൊപ്പം വിജയ് ഷായ്ക്കൊപ്പം നിൽക്കുന്ന നിലപാടാണ് ബി.ജെ.പി. സ്വീകരിച്ചിട്ടുള്ളത്. ഇന്നലെ മന്ത്രിയുടെ രാജി ഉണ്ടായേക്കാമെന്ന ചില അഭ്യൂഹങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇന്നലെ രാത്രി നടന്ന യോഗത്തോടുകൂടി കാര്യങ്ങൾ മാറുകയാണ് ചെയ്തത്. അതായത് വി.ഡി. ശർമ്മ, സംസ്ഥാന ബി.ജെ.പി. അധ്യക്ഷനാണ്, മുഖ്യമന്ത്രി മോഹൻ യാദവ്, ഒപ്പം തന്നെ ബി.ജെ.പിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി തുടങ്ങിയവരൊക്കെ തന്നെ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ഈ യോഗം കൈക്കൊണ്ട തീരുമാനം, അതായത് കോടതി ഇതിനോടകം തന്നെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കോടതി എന്തു പറയുന്നു എന്നനുസരിച്ച് നിലപാട് സ്വീകരിക്കാം എന്ന നിലപാടിലേക്കാണ് എത്തിയിട്ടുള്ളത്. ഇതിനോടകം തന്നെ കോടതി എഫ്ഐആർ ഇടാനാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നത്. മറിച്ച് രാജിവെക്കണമെന്നൊരു ആവശ്യം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. അപ്പോൾ മന്ത്രി രാജിവെക്കേണ്ടതില്ല എന്ന നിലപാടാണ് ബി.ജെ.പി. നേതാക്കൾക്ക്. മാത്രവുമല്ല, ആദ്യഘട്ടം മുതൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളാണ് വിജയ് ഷാ രാജിവെക്കണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നത്. അപ്പോൾ ഈ ഘട്ടത്തിൽ രാജിവെക്കുന്നത് പാർട്ടിക്ക് ക്ഷീണമാകും. കോൺഗ്രസ് അടക്കമുള്ള കക്ഷികൾ അത് അവരുടെ വിജയമായി ഉയർത്തിക്കാട്ടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടാണ് ഇപ്പോൾ ബി.ജെ.പി. നേതാക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രവുമല്ല, കോൺഗ്രസ് നേതാക്കളൊക്കെ തന്നെ പണ്ട് പല പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർക്കെതിരെ എന്ത് നടപടി എടുത്തു എന്ന ചോദ്യമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ചില നേതാക്കൾ പറയുന്നത് ഗോത്ര വിഭാഗത്തിലുള്ള നേതാവാണ്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു നടപടി എടുക്കുന്നത് ലോങ് ടേമിൽ അല്ലെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും എന്നൊരു പ്രതികരണം ചില നേതാക്കളിൽ നിന്നൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട്. എന്തു തന്നെയായാലും ഈ വിഷയത്തിൽ ഒരു നടപടിയിലേക്ക് ബി.ജെ.പി. പോകുന്നില്ല എന്ന് മാത്രമല്ല, മന്ത്രിക്കൊപ്പം ഉറച്ചു നിൽക്കുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. കാരണം ശക്തമായ പ്രതികരണം പല കോണുകളിൽ നിന്നുണ്ടായി. ബി.ജെ.പിക്ക് തന്നെ ഒരു ഘട്ടത്തിൽ തള്ളിപ്പറയേണ്ട സാഹചര്യം വന്നു. എങ്കിൽ പോലും മന്ത്രിയെ കൈവിടുന്നില്ല എന്ന നിലപാടിലേക്ക് ഇപ്പോൾ ഏതായാലും സംസ്ഥാന ബി.ജെ.പി. ഘടകം എത്തിച്ചേരുകയാണ്. ഏതായാലും ഇനി കേന്ദ്ര നേതൃത്വം എന്തെങ്കിലും പറയുമോ എന്നുള്ളത് നിർണായകമാണ്. പ്രത്യേകിച്ച് ജെ.പി. നഡ്ഡ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും നിലപാടെടുക്കുമോ എന്ന് മാത്രമാണ് ഇനി അറിയാനുള്ളത്. അല്ലെങ്കിൽ കോടതിയുടെ ഭാഗത്ത് ഇനി ഏതെങ്കിലും തരത്തിൽ പരാമർശം വരേണ്ടിയിരിക്കുന്നു. അല്ലാത്ത പക്ഷം മന്ത്രിസ്ഥാനത്ത് വിജയ് ഷാ തുടരുക തന്നെ ചെയ്യും. അതാണ് ഇപ്പോൾ സംസ്ഥാന ബി.ജെ.പിയുടെ നിലപാടിൽ നിന്ന് വ്യക്തമാകുന്നത്. അതേസമയം തന്നെയാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടി രാം ഗോപാൽ യാദവും ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത്. കാരണം ഇന്നലെ മൊറാദാബാദിൽ നടന്ന ചടങ്ങിൽ വെച്ചാണ് രാം ഗോപാൽ യാദവിന്റെ പരാമർശം. രാം ഗോപാൽ യാദവ് വിജയ് ഷാ നടത്തിയ പരാമർശത്തെ വിമർശിച്ചുകൊണ്ടാണ് അക്കാര്യങ്ങൾ സൂചിപ്പിച്ചത്. അതിനിടയിലാണ് ജാതീയ പരാമർശം ഉണ്ടായത്. അതായത് രാം ഗോപാൽ യാദവ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, മുസ്ലിം ആയതുകൊണ്ടാണ് ഇത്തരത്തിൽ മതം നോക്കിയാണ് ഇത്തരത്തിൽ കേണൽ ഖുറേഷിക്കെതിരെ ഇത്തരത്തിൽ പരാമർശം നടത്തിയത്. മറിച്ച് മറ്റ് രണ്ടുപേരുടെയും ജാതി അറിഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർക്കെതിരെയും പരാമർശം നടത്തുമായിരുന്നു. അവർ രജ്പുത്താണ്, വ്യോമിക സിംഗ് രജ്പുത്താണെന്നാണ് കരുതിയിരിക്കുന്നത് വിജയ് ഷാ. പക്ഷേ അവർ അങ്ങനെയല്ല, പിന്നോക്ക വിഭാഗത്തിനുള്ള ആളാണ് എന്നടക്കമുള്ള പരാമർശങ്ങളാണ് ഏതായാലും രാം ഗോപാൽ യാദവിന്റെ ഭാഗത്തുണ്ടായത്. അത്തരം ജാതീയ പരാമർശം രാം ഗോപാൽ യാദവ് നടത്തി. അതായത് വിജയ് ഷായ്ക്കെതിരെ വിമർശനം എന്ന നിലയിൽ പറഞ്ഞു വന്ന് ജാതീയ പരാമർശത്തിലേക്ക് നീങ്ങുകയായിരുന്നു രാം ഗോപാൽ യാദവ്. ഏതായാലും അതിനെതിരെയും വലിയ വിമർശനം പല കോണുകളിൽ നിന്ന് വരുന്നുണ്ട്. പ്രത്യേകിച്ച് ബി.ജെ.പി. തന്നെ രാം ഗോപാൽ യാദവിനെതിരെ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തന്നെ രാം ഗോപാൽ യാദവിനെതിരെ വിമർശനവുമായി ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ആര്യ, തീർച്ചയായും രാകേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് ദേശീയ തലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകളുടെ എല്ലാം സമഗ്ര ചിത്രം നൽകിയത്.